ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചെപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക മാറ്റം വേണ്ടേ. വീട്ടിൽ നമുക്ക് എന്താ പറയുക അത്രയൊന്നും വില കൊടുക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സിമ്പിൾ റെസിപ്പിയാണ്. ചിക്കന് വേണം, അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കി, അവരൊക്കെ ഹാപ്പി ആവും. എപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു സുരക്ഷിതത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണ ഓരോരോ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് ഇതേപോലത്തെ ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബണ്ണ് 2 പീസ് ബണ്ണ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അതേപോലെ ബ്രെഡ്, പിന്നെ എടുത്തിട്ടുള്ളത് ചിക്കനാണ്, എല്ല് ഇല്ലാത്ത ചിക്കൻ കേട്ടോ. കുറച്ച് മതി. നമ്മൾ വീട്ടിലൊക്കെ 2-3 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ സവാള, തക്കാളി, ഒരു ക്യാരറ്റ്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ കേട്ടോ. പിന്നെ കുറച്ച് ബട്ടറും വേണം. ലെറ്റ്യൂസാണ് കേട്ടോ. ഇത് കാബേജിൻ്റെ അല്ല, ലെറ്റ്യൂസാണ്. പിന്നെ ഞാൻ കുറച്ച് ചപ്പും പൊതിനി, മല്ലിച്ചപ്പും പൊതിനി എടുത്തിട്ടുണ്ട് എൻ്റെ കൈക്കുണ്ടായപ്പോൾ. പിന്നെ വേണ്ടത് ഒരു കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. കളർ ഉണ്ടാവാനാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കുരുമുളകാണ്. ഞാൻ പച്ചമുളകൊന്നും ഇതിലേക്ക് ഉപയോഗിക്കണില്ല കേട്ടോ, അപ്പോൾ എരിവ് ഓവറാവും. ഇത് തക്കാളി സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി സോസും അതേപോലെ തന്നെ ഈ ഓയിലും. മുട്ട എടുക്കാത്തത് ആ മുട്ടൻ്റെ വെള്ള നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കും കേട്ടോ. ബ്രെഡൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുക്കുക. അതൊന്നൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഈ മുളകുണ്ടല്ലോ, ഈ കാശ്മീരി ചില്ലിയാണ് ഇത് കേട്ടോ. ഇരുന്നില്ല, നല്ല കളർ ഉണ്ടാവണം മുളകാണ്. അതൊന്ന് ഇതിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിൻ്റെ ജാറിലൊന്ന് തരിതരിങ്ങനെ പൊടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞില്ല, മുട്ടൻ്റെ മഞ്ഞ മാത്രം, ഉണ്ണി മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിന് പാകത്ത് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ലൈം ജ്യൂസ് കേട്ടോ, കുറച്ചൊരു പകുതി നാരങ്ങൻ്റെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് എടുക്കുക കേട്ടോ. ആ ചിക്കനും ആ കൂട്ടൊക്കെ കൂടെ ഒന്ന്. ഇപ്പോൾ നല്ല കളറുണ്ടല്ലോ, അത് നമ്മൾ ആ കാശ്മീരി ചില്ലിൻ്റെ ഒരു ഇതിട്ടല്ലോ, ഒരു മുളക് ഇട്ടല്ലോ കാശ്മീരി, അതിൻ്റെ ആ കളറാണ് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല ഒന്ന് കുഴക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ബ്രെഡിൻ്റെ പോയിട്ട് കൊടുക്കണം കേട്ടോ. ഒരു പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇതേപോലെ ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാം കേട്ടോ. ഞാനെടുത്ത് അതില്ല, അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ പൊടി എടുത്താണ് കേട്ടോ. നല്ലതുപോലെ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ രൂപത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ആ മല്ലിച്ചപ്പ് പുതിന ഉണ്ടല്ലോ അത് ഇടാൻ മറന്നുപോയി, പിന്നീടാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മറന്നു പോയതാണ്. ഇതിപ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം ഒന്നുമല്ലല്ലോ. ഇതിപ്പോൾ ഇതൊക്കെ മാറ്റം വരുത്തിട്ടാ, അവരുടെ ഇഷ്ടത്തിനൊക്കെ മാറ്റം വരുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കുറച്ച് വലിപ്പം കൂടി പകുതി ഇരിക്കണുള്ളൂ കേട്ടോ. പകുതിയല്ല, 3/4 ഭാഗം എടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് വെക്കുക. നല്ല രീതിയിൽ പരത്താൻ പറ്റും. ചിക്കനാണ് അതൊന്നും വിചാരിക്കണ്ട, നല്ല നൈസായി പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ബട്ടർ അത് കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നാണ്ട്, അല്ലെങ്കിൽ ഫുള്ള് ബട്ടർ വേണമെങ്കിൽ അത് മാത്രം എടുക്കുക കേട്ടോ. ഞാൻ രണ്ടും കൂടെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നല്ലൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓരോ പീസ് ചെറിയ തീയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ചിക്കനാണല്ലോ, ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട്
ഇത് 4 വെച്ചിട്ടുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പൊട്ടി പോകുമെന്ന് പേടിയൊന്നും വേണ്ട, പൊട്ടി പോകുന്നില്ല കേട്ടോ. കുറച്ച് നമ്മൾ ബ്രെഡ് ഗംസൊക്കെ ഇട്ടിട്ട് നല്ല ഒതുക്കിയെടുത്തില്ലേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. രണ്ട് പ്രാവശ്യം അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് മുരിപ്പിച്ചെടുത്താണ് കേട്ടോ. ഈ തന്നെ ഒന്ന് ബ്രെഡ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടോസ്റ്റ് ചെയ്യുക. വല്ലാതെ എണ്ണ കുളിപ്പിക്കണ്ട. ആ ബ്രെഡിൻ്റെ ആ ഒരു വശം, ബണ്ണിൻ്റെ ആ ഒരു വശം ഒന്ന് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് ഉണ്ടല്ലോ, ഇഷ്ടമാണെങ്കിൽ മാത്രമേ ചീസ് വെച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ് ചീസ്. അപ്പോൾ അവൾക്കുള്ളതിൽ ഞാനിങ്ങനെ ചീസ് അങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് നമ്മൾ ഫ്രൈ പാനിൽ. അപ്പോൾ അതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുക, ആ ചൂടാക്കി വെച്ച് ബണ്ണിട്ട് വെച്ച് കൊടുക്കുക. നല്ല ബണ്ണുണ്ടായപ്പോൾ കിട്ടാൻ പണിയാണ്, ചീസ് ഉണ്ടെങ്കിൽ കിട്ടാൻ പണിയാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസിൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്, ലീഫ് കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളിയാണ്, തിന്നാക്കിയിട്ട് അരിയണം തക്കാളി കേട്ടോ. അതേപോലെ തിന്നാക്കി അരിഞ്ഞ് സവാളയാണ്. കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഉള്ളി കടിക്കണമൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ മയോനൈസ് കേട്ടോ. മയോനൈസ് ഉണ്ടാക്കിയത് ആ തക്കാളി സോസും കൂടെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. സാധാ മയോനൈസ് തന്നെ മുട്ടൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് സൺഫ്ലവർ ഓയിലും വെളുത്തുള്ളിയും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ ഇതാണ്. പിന്നെ ആ ക്യാരറ്റ് ഒന്ന് അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക. ഇദ്ദേഹത്തെ വെച്ച അതുണ്ടല്ലോ, ചിക്കനും ചീസും കൂടെ ഉള്ള വെച്ചത്, അതിന് മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇതാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോറി, കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ സേഫ്റ്റി ആണല്ലോ. ഇനി ഒരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട മോഡൽ കാണിച്ചു തരാം. അതിൻ്റെ മോൾക്ക് ഉണ്ടാക്കിയതാണ്, എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ചീസൊന്നും വല്ലാതെ ഇഷ്ടമല്ല. ബ്രെഡ് ചീസും ബട്ടറൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഒരു പാനിൽ. എന്നതിന് ശേഷം അതിൽ കുറച്ച് മയോനൈസ് ഒഴിച്ച് കൊടുക്കുക. മയോനൈസ് എല്ലാവർക്കും പൊതുവേ നല്ല ഇഷ്ടമാവും അല്ലേ. ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് മേലും കേട്ടോ. നല്ല മുരിയിരിക്കുന്ന ബ്രെഡ്. പിന്നെ ലെറ്റ്യൂസാണ് കേട്ടോ. പിന്നെ തക്കാളി, തിന്ന എരിഞ്ഞ തക്കാളി, അതേപോലെ തന്നെ തിന്ന എരിഞ്ഞ് സവാളയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നെരിയതൊക്കെ എരിഞ്ഞിക്കണ്. പിന്നെ അതിലേക്ക് ഇതാ ഈ ഒരു ചിക്കൻ്റെ ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് കുറച്ച് തോന്നിരിക്കട്ടെ. കുറച്ചും കൂടെ മയോനൈസ് ഈ ചിക്കൻ്റെ മേലെയും തേച്ച് കൊടുക്കട്ടോ. കുറച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിങ്ങോട്ട് കമിഴ്ത്തി കൊടുക്കുക. നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ബർഗർ ഇവിടെ റെഡി ആയിട്ടാ. അപ്പോഴത്തേക്ക് മയോനൈസ് കുറച്ച് ഒഴിച്ച് വയ്ക്കണ്, അതൊന്ന് റെഡിയാക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മയോനൈസ് കേട്ടോ. അല്ല, അപ്പോൾ ഇതേപോലെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.